ഇത്രയും വലിയ നോക്കിയ ഫോൺ കണ്ടിട്ടുണ്ടോ? ഇത് ഡമ്മി അല്ല കേട്ടോ, ഒറിജിനലാണ്. നമ്പർ ടൈപ്പ് ചെയ്ത് കോൾ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പഴയ നോക്കിയ ഫോണിൽ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് അതൊക്കെ ഇതിനകത്തും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് നിങ്ങളുടെ ഫോണിൽ ചെയ്തെടുക്കാൻ സാധിക്കും. കാരണം ഇതെൻ്റെ സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണ് പഴയ നോക്കിയ ഫോണിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതുകൊണ്ട് നമുക്ക് 3 പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, നമുക്കൊരു നൊസ്റ്റാൾജിയയ്ക്ക് വേണ്ടി ഇതുപോലെ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. 2, നമ്മുടെ കൂട്ടുകാരും മറ്റുള്ളവരൊക്കെ നമ്മുടെ ഫോൺ കാണുമ്പോൾ ഒരു കൗതുകമായിരിക്കും. കാരണം പഴയ നോക്കിയ ഫോണിൻ്റെ രൂപം എന്താണ്, അതൊക്കെ ആയിരിക്കും നമ്മുടെ ഫോണ്. ഇനി 3ാമത്തെ പ്രയോജനം, ചെറിയൊരു സെക്യൂരിറ്റി ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾക്ക് നമ്മുടെ ഫോണിലെ ഗാലറിയും കാര്യങ്ങളും ആപ്ലിക്കേഷനും ഒന്നും ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. കാരണം കോൾ ചെയ്യേണ്ട ഓപ്ഷൻ മാത്രമേ ഇവിടെയുള്ളൂ. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയുന്നവർ വളരെ സിമ്പിളായിട്ട് തന്നെ ഗാലറിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ ഫോൺ എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ ഫോണിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഒരു നോക്കിയ ഫോൺ പോലെ കൊണ്ട് നടക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് സഹായിക്കുന്നത് ഒരു ലോഞ്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയ ലോഞ്ചർ എന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ തന്നെ ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ലോഞ്ചർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ലോഞ്ചർ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്തെടുത്ത് പഴയ നോക്കിയ ഫോണിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നതെന്ന കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു പേജാണ് നിങ്ങൾക്ക് ലഭിക്കുക. പിന്നെ ഈ പേജിൽ മാത്രമേ പരസ്യം ഉണ്ടാവും കേട്ടോ. ഇത് നിങ്ങൾ സെറ്റ് ചെയ്താൽ പിന്നെ ഇതിൻ്റെ പരസ്യ ശല്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കിവിടെ സെറ്റ് ആസ് ഡീഫോൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ലോഞ്ചർ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഇതുപോലെ വരും. അപ്പോൾ ഓൾറെഡി അത് സിസ്റ്റം ലോഞ്ചറിലാണ് ഉണ്ടാകുക. ഈ പേജ് ചില ഫോണിൽ ചെറിയ മാറ്റം ഉണ്ടാകുന്നേ ഉള്ളൂ. അത് മാറ്റിയിട്ട് മുകളിലത്തെ നോക്കിയ ലോഞ്ചറിൻ്റെ അതിലേക്ക് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. അപ്പോൾ ലോഞ്ചർ ഓപ്പൺ ആവുകയും നോട്ടിഫിക്കേഷൻ പെർമിഷൻ കൊടുക്കേണ്ട ഓപ്ഷൻ വരും. എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ പെർമിഷൻ കൊടുക്കുന്ന ഓപ്ഷൻ അകത്തേക്ക് വരും. ഇതിനകത്ത് നിന്ന് ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഓൺ ചെയ്യുന്ന സമയത്ത്, ഇതിപ്പോൾ റെഡ്മി ഫോൺ ആയതുകൊണ്ടാണ് ഒരു നോട്ടിഫിക്കേഷൻ അഡീഷണൽ ആയിട്ട് വരുന്നത്. മറ്റു ഫോണുകളിൽ ഇങ്ങനെയൊന്നും കാണിക്കില്ല. റെഡ്മി ഫോൺ ആണെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ആ സെക്കൻഡ് ആകുന്നത് വരെ കാത്തിരുന്നിട്ട് ഓക്കെ ബട്ടൺ കൊടുക്കുക. ഇനി പിറകിലേക്ക് വരാം. ഇതോടെ നമ്മുടെ ഫോണിൽ ഈ ലോഞ്ചർ സെറ്റായി കഴിഞ്ഞു. ഇനി നമ്മുടെ ഫോൺ ഒരു നോക്കിയ ഫോൺ പോലെയാണ് കാണുക. നമുക്ക് സാധാരണ ഡയൽ പാഡിൽ ഡയൽ ചെയ്യുന്ന പോലെ ഡയൽ ചെയ്ത് കോൾ ചെയ്യുമ്പോൾ ആദ്യ തവണ പെർമിഷൻ കൊടുക്കണം. പിന്നീട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യ തവണ പെർമിഷൻ കൊടുത്താൽ കോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതേ കോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ സാധാരണ ഫോണിൽ ലഭിക്കുന്നത് പോലെ തന്നെ ഇതിനകത്ത് നിന്നും ലഭിക്കുന്നതാണ്. അതുപോലെ നമ്മൾ പണ്ട് ചെയ്യുന്നത് പോലെ സ്റ്റാർ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഫോൺ ലോക്കായിട്ട് ഇതുപോലെ ലോക്ക് സ്ക്രീൻ വരും. അൺലോക്ക് ചെയ്യാൻ ഈ മുകളിലത്തെ ബട്ടണും താഴത്തെ സ്റ്റാറും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ആയിക്കൊള്ളും. അതുപോലെ നമുക്ക് ഫോൺ ലോക്ക് ചെയ്യണമെങ്കിൽ സാധാരണ പോലെ തന്നെ നമ്മുടെ പവർ ബട്ടണിൽ ലോക്ക് ആവും കേട്ടോ. എന്നിട്ട് നമ്മുടെ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് പാറ്റേൺ ലോക്കോ ഫിംഗർ പ്രിൻറ്റോ എന്താണ് കൊടുത്തത് അത് കൊടുത്തു കഴിഞ്ഞാൽ അൺലോക്ക് ആവും. അൺലോക്ക് ആവുമ്പോഴും നിങ്ങൾക്ക് ഇതേ സ്ക്രീനിൽ തന്നെയാണ് ഫോണിൽ വരിക. ഇനി പ്രധാനമായിട്ട് ഇതിനകത്ത് 3 ഓപ്ഷനാണുള്ളത്. ആദ്യത്തെ ഗോ ടുവിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയുള്ള ഓപ്ഷനൊക്കെ ഇതിനകത്തുണ്ട്. ഇനി അവസാനമുള്ള സെറ്റിങ്സിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബ്ലൂടൂത്തും വൈഫൈയും ഒക്കെ ഓൺ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാകും. ഇനി നടുവിലത്തെ മെനു കാണുന്നുണ്ടല്ലോ, മെനു കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യണം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിലെ ആപ്ലിക്കേഷനൊക്കെ ഇതിനകത്ത് നിന്ന് തന്നെ ലഭിക്കും. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത ആപ്ലിക്കേഷൻ സാധാരണ പോലെ തന്നെ ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കിത് എക്സിറ്റ് പോകണമെങ്കിൽ, അതായത് നിങ്ങൾക്കിത് വേണ്ട പഴയതുപോലെ തന്നെ ഫോൺ ചെയ്യണമെങ്കിൽ, നിങ്ങളിവിടെ ഗോ ടു എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എക്സിറ്റ് ലോഞ്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ എക്സിറ്റ് ആവില്ല. തൊട്ടുമുകളിൽ കാണുന്ന കസ്റ്റമൈസ് ലോഞ്ചർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ മെനു തന്നെ കിട്ടും. അതിലെ ആദ്യത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തേതുപോലെ തന്നെ അത് നിങ്ങളുടെ നോക്കിയ ലോഞ്ചറിൽ നിന്ന് മാറ്റി സിസ്റ്റം ലോഞ്ചറിലേക്ക് ആക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് നോക്കിയയുടെ തന്നെ തീം വേണമെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് വീണ്ടും നിങ്ങൾക്ക് നോക്കിയ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.